ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ്മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ്മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 3 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഇമേജാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇതുപോലെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലേക്കാണ് നമ്മൾ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു സെക്കൻഡ്, അതായത് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, 3Dയിൽ മാറ്റേ മാസ്കിയിൽ പോയിട്ട് ഈ ഒരു വൈപ്പ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം അതിൻ്റെ ആംഗിൾ വന്ന് 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. ശേഷം എൻഡിൽ വരാം. എൻഡിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ ഒരു 50 ആക്കി കൊടുക്കാം. ഓക്കെ, ഒരു 50 ആക്കി കൊടുക്കാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, ഞാൻ ആ ഇമേജ് ഒന്ന് മാറ്റുന്നുണ്ട്. ആ ഇമേജ് കോപ്പി ചെയ്യാം. ഞാൻ ആ ഒരു ട്രാൻസിഷൻ കുറച്ച് അടിപൊളിയാകാൻ വേണ്ടിയിട്ടാണ് ഇമേജ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിന്. ഓക്കെ, വൈപ്പ് അത് തന്നെയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആംഗിൾ 90 ഡിഗ്രി, എൻഡ് 50 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വൈപ്പ് എഫക്റ്റ് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, വൈപ്പ് എഫക്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ആഡ് ചെയ്ത് ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിൽ വന്ന് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇവിടെ ഒരു കട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിവ്യൂ കണ്ട പോലെ ആ ഒരു സ്ലൈഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ഒരു ലെയർ, അതായത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വൈപ്പ് ആഡ് ചെയ്ത് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഇത് ഈ ഒരു ഭാഗത്തായിട്ടും പിന്നെ കുറച്ച് മുന്നിലായിട്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഇവിടെ സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്നതാ ഇതുപോലെ ഈ ഒരു ഭാഗത്ത്, ഇടത് ഭാഗത്ത് ഫുള്ളി പുറത്തേക്ക് പോകുന്ന വിധത്തിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കർവ് എന്നിട്ട് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ ബാക്ക് വരാം. അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു സ്ലൈഡ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അതിൽ ബോർഡർ ആൻഡ് ഷാഡോയിൽ പോയിട്ട് നമ്മൾ ഈ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഷാഡോ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. സൈസിലാണ് നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടത്. സൈസിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0, സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 40 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആൽഫയിൽ വരാം. ആൽഫയിലും അതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ പൊസിഷൻ ഉണ്ടാവും. പൊസിഷൻ ഫുള്ളും നമ്മൾ 0 ആക്കി കൊടുക്കുക. എക്സ് വാല്യൂ ആയാലും വൈ വാല്യൂ ആയാലും 0 ആക്കി കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ശേഷം വീണ്ടും എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മിറർ വന്ന് എനേബിൾ ചെയ്യുക. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു വൈപ്പ് നമുക്കിപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്പ്ലിറ്റ് ആവുന്ന രീതിയിൽ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. കുറച്ച് മാറി ഈ ഒരു ഭാഗത്തായിട്ടൊന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം.
ശേഷം നമ്മൾ ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. ശേഷം മിറർ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മോഷൻ ബ്ലർ ഇതിലേക്ക് ആഡ് ചെയ്യാം. മോഷൻ ബ്ലർ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, കീ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു വൈപ്പിൽ നിങ്ങൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും. വൈപ്പിൽ നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതും ഒരു എഫക്റ്റായിട്ട് മാറ്റുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക. വൈപ്പിൽ പോയിട്ട് നമ്മളിതാ ഈ ഒരു സ്ലൈഡ് ട്രാൻസിഷൻ അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തൊരു കീ ഫ്രെയിം, ശേഷം ഇതാ ഈ അടുത്ത ക്ലിപ്പ് തുടങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ടൊരു കീ ഫ്രെയിം, എൻഡിലാണ് ആഡ് ചെയ്യേണ്ടത്. എൻഡിൽ ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യാം. ശേഷം സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 100 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു ഷാഡോ ഇതിൽ ആഡ് ചെയ്യുക. ഇതിൽ നമുക്ക് കീ ഫ്രെയിമും കാര്യങ്ങളൊന്നും വേണ്ടിയില്ല. നമുക്ക് അതിൻ്റെ സൈസ് നേരിട്ട് തന്നെ 40 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ആൽഫയൊക്കെ അതുപോലെ തന്നെയാണ്. പിന്നെ പൊസിഷൻ വന്ന് നമ്മൾ രണ്ടും 0 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അലൈറ്റ് മോഷൻ വന്ന് കുറച്ച് ലാഗ് ആവുന്നുണ്ട്. കാര്യം കുറച്ച് ബ്ലറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലാഗ് വരുന്നുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു ലെയറും പിന്നെ നമ്മൾ നേരത്തെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ആ 3 ലെയറും ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ശേഷം നമുക്ക് ലാസ്റ്റ് നമ്മൾ ഒരു ഇമേജ് അവിടെ ഉണ്ടാകും. നമ്മൾ നേരത്തെ ഒന്നും ചെയ്യാത്ത ആ ഒരു ഇമേജിലാണ് ഇനി നമുക്ക് ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് പോയിട്ട് നമ്മളിവിടെ ലാസ്റ്റ് ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ എഫക്റ്റും കോപ്പി ചെയ്യുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു എഫക്റ്റെല്ലാം ഇതിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം വൈപ്പിൽ ആംഗിൾ വന്ന് നമ്മൾ 0 ആക്കി കൊടുക്കാം. ഓക്കെ, 0 ആക്കി കൊടുത്തതിന് ശേഷം വൈപ്പിൻ്റെ കീ ഫ്രെയിമും നമ്മൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കീ ഫ്രെയിമും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഗ്രാഫ് ഉണ്ടെന്ന് ഉറപ്പും വരുത്തുക. ഓക്കെ, ആ ഗ്രാഫ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കീ ഫ്രെയിം ചേഞ്ച് ചെയ്യുമ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇവിടെ ആയിട്ട് വന്നൊരു കീ ഫ്രെയിം. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും ഇമേജസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് സൈഡിൽ നിന്ന് വരുന്ന രീതിയിൽ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടിപൊളി ട്രാൻസിഷനാണ്. നിങ്ങൾ പ്രിവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രാൻസിഷൻ തന്നെയാണിത്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.